ഇത് കണ്ടോ, ഇതൊക്കെ കണ്ടോ, ഇത് ഞാൻ പിടിച്ചു നിൽക്കണ എന്തിനാണെന്നറിയാവോ? ഇനി കാണാൻ പോകുന്നതാണ് നാടോടി നൃത്തം. മോളെ പേരെന്താ? ശ്രദ്ധ. ഏത് സ്കൂള്? GHSS ചിറ്റൂർ പാലക്കാട്. ഓക്കെ, എന്നാ ശ്രദ്ധ ഇത് പിടിച്ചോളൂ. അപ്പൊ മ്യൂസിക് വരട്ടെ. പ്രാണനാഥന്റെ പിടയുന്ന ദേഹം അലറിക്കരഞ്ഞവൾ കണ്ണുപത്തി പടകൂട്ടി രാജൻ നാട്ടിലെത്തി കോതറാണിതൻ നാട് കൈക്കലാക്കി ഏകയായി പിടയും മനസ്സിൽ അമ്മതൻ വീര്യം കാത്തവൾ കരഞ്ഞു. പുലയരാജവംശം തീർന്നിരട്ടെ, സവർണരെന്നും വാണിരട്ടെ. പുലയരെങ്കിലും നീതിയും മാനവും കാത്തിടേണം, എൻ നീതി എന്നാടിനാൻ. വേദനയോടെ മനം നൊന്നു പാഞ്ഞവൾ കോട്ടതൻ കെട്ടിലേ മുതലക്കുളത്തിലേക്ക് എടുത്തു ചാടി ആത്മഹൂതിയായി. ഇന്നും മറവിൽ പോയിടാതോർക്കണം കോതറാണി തൻ രാജവംശം, പുലയ രാജവംശം, പുലയ രാജവംശം. യെസ്, താങ്ക് യു സോ മച്ച് മോളു. അടിപൊളിയായിരുന്നു. അടി കോസ്റ്റ്യൂം എങ്ങനെയാ? സ്വന്തമായിട്ട് തന്നെ സാർ? ഓക്കെ ഓക്കെ. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. ഇപ്പോഴും ഇതിന്റെ ഒരു തീം ഒക്കെ ഇപ്പോഴും നാടോടി നൃത്തത്തിൽ വരുന്ന പൊതുവേ ഉള്ള ഒരു തീം ഈ കീഴാള അടിയാള ആ ബന്ധം അങ്ങനെ അതൊക്കെ തന്നെയാണ്. ആക്ച്വലി ഇത് പുലയരാജവംശത്തിലെ കോതറാണിയുടെ ആണ്. എത്ര വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്? പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3 വർഷമായി. ആക്ച്വലി നാടോടി നൃത്തം 3 വർഷമായി. സ്റ്റേറ്റ് ആദ്യമായിട്ടാണ്. ഇത് സബ് മുതലേ പഠിച്ച് ഫുൾ ഈ ഒരു ഐറ്റം ഫുൾ അതിനെ ഉൾക്കൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. നല്ല പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു. യെസ് സർ. അപ്പൊ താങ്ക് യു. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നമ്മുടെ കലോത്സവം അങ്ങനെ പൊട്ടിക്കയറുന്നു, ആവേശത്തിലാണ് സകലയിടത്തും. ആ കുട്ടിയുടെ ബർത്ത് ആണോ? ആളുടെ അതെയോ. പോയോ? ഒന്ന് വരൂ. ഇന്ന് പിറന്നാളാണെന്ന് ഇപ്പോഴേ അറിഞ്ഞത്. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ പിറന്നാൾ ദിനത്തിൽ തന്നെ നല്ല സന്തോഷ വാർത്ത തേടി എത്തും അല്ലേ? അതെ, ഉറപ്പായും എത്തും. ഞങ്ങളെ പ്രാർത്ഥനയോടെ എത്തും. ഹാപ്പി ബർത്ത്ഡേ. എങ്ങനെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്? ഇനിയിപ്പോ റിസൾട്ട് റിസൾട്ട് വരികയാണെങ്കിൽ അത് എനിക്ക് എന്റെ ബർത്ത്ഡേക്ക് പാരന്റ്സിനും ടീച്ചേഴ്സിനും കൊടുക്കാൻ പറ്റിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. എന്തായാലും ഗിഫ്റ്റ് കൊടുത്തിരിക്കും. ബൈ ബൈ. ശരി, ഓക്കെ. അപ്പൊ ആളുടെ ബർത്ത്ഡേ കൂടെ ആയിരുന്നു. അപ്പൊ ബർത്ത്ഡേ സമ്മാനം എന്ന് കരുതിയിട്ടുണ്ട്. എന്തായാലും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ എന്തായാലും നല്ലൊരു സമ്മാനം തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. യെസ്, അതൊക്കെയാണ്. അപ്പൊ കലോത്സവ വേദിയിലെ വിശേഷങ്ങൾ അങ്ങനെ അവസാനിക്കുന്നേ ഇല്ല. ഇങ്ങനെ ഒഴുകി നോക്കൂ, ഈ ഒരു ജനസാഗരം തന്നെ നിറഞ്ഞിരിക്കുന്നു. ഉച്ചയ്ക്കൊക്കെ പൊതുവെ ഞായറാഴ്ച ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. ഞായറാഴ്ച വൈകിട്ട്, പ്രത്യേകിച്ച് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് ആളുകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഉച്ചയ്ക്കൊക്കെ കണ്ടപ്പോ നല്ല വെയിൽ. ആ ഉച്ച വെയിൽ ഉച്ചയിൽ കൊള്ളാൻ ആർക്കെങ്കിലും ഇഷ്ടമുണ്ടാവുമോ?